ഒരു കഥ ഇപ്രകാരം വായിക്കാനിടയായി. ഒരു ചെറുപ്പക്കാരനായ അച്ഛനും മകനും. അവർ തമ്മിലുള്ള ബന്ധം അഭേദ്യമായിരുന്നു. അവർ പലപ്പോഴും ഒരുമിച്ച് സമയം ചെലവഴിച്ചു. ഔട്ട്ഡോർ ആക്ടിവിറ്റികൾ ചെയ്തും ചുറ്റുമുള്ള ലോകം പരിവേഷണം ചെയ്തും അവരുടെ നാളുകൾ കഴിഞ്ഞുപോയി. ഒരു മനോഹരമായ ദിവസം അവർ ഒരുമിച്ച് മത്സ്യബന്ധനത്തിന് പോകാൻ തീരുമാനിച്ചു. മത്സ്യബന്ധന ഉപകരണങ്ങളും ചൂണ്ടകളും മറ്റ് സാധനങ്ങളും സഞ്ചിയിലാക്കി അവർ അവരുടെ സാഹസിക യാത്രയെ ആരംഭിച്ചു. കുറച്ചു നേരം വണ്ടി ഓടിച്ചു. അവസാനം അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തി. അവർ പാർക്കിംഗ് ലോട്ടിലേക്ക് നീങ്ങിയപ്പോൾ തടാകത്തോട് ചേർന്ന ഒരു മികച്ച സ്ഥലം അവർ ശ്രദ്ധിച്ചു. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കണ്ടെത്തിയതിൻ്റെ ത്രില്ലിലായിരുന്നു ഇരുവരും. എന്നിരുന്നാലും പെട്ടെന്ന് മറ്റൊരു കാർ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ട് അവർ കണ്ടുവെച്ച ആ പാർക്കിംഗ് ഇടം പിടിച്ചു. അവരുടെ ആ ആവേശത്തിന് ആയുസ് കുറവായിരുന്നു. ചെറുപ്പക്കാരനായ ആ അച്ഛനും മകനും നിരാശരും സന്തോഷമില്ലാത്തവരുമായി. തടാകക്കരയിൽ പകൽ ചിലവഴിക്കാൻ അവർ കാത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്. ശൂന്യമായ മറ്റൊരു പാർക്കിംഗ് ഇടം തേടി അവർ കുറച്ചു നേരം കറങ്ങി. മകന്റെ മുഖം നിരാശയിൽ വിറങ്ങലിച്ചുകൊണ്ട് അവൻ സംഭവം മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ സ്ഥാനം ആരോ കൈക്കലാക്കിയെന്ന് അയാൾക്ക് വിശ്വസിക്കാനായില്ല. ഏകദേശം കുറേ മിനിറ്റുകൾക്ക് ശേഷം ഒടുവിൽ അവർ മറ്റൊരു സ്ഥലം കണ്ടെത്തി കാർ പാർക്ക് ചെയ്തു. അവർ കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും സംഭവിച്ചതിൽ മകൻ ഇപ്പോഴും അസ്വസ്ഥനാണെന്ന് പിതാവ് ശ്രദ്ധിച്ചു. ചിലപ്പോൾ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ നടക്കില്ലെന്ന് മകനെ മനസ്സിലാക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പിതാവ് തീരുമാനിച്ചു. ആ പിതാവ് ഒരു കുപ്പി വെള്ളമെടുത്ത് നിലത്തൊഴിച്ചു. തുടർന്ന് കുപ്പിയിലേക്ക് നിലത്ത് ഒഴിച്ചുപോയ ആ വെള്ളം തിരികെ ശേഖരിക്കാൻ മകനോട് ആവശ്യപ്പെട്ടു. അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിലാകാതെ കുട്ടി കുഴങ്ങി. അവൻ പറഞ്ഞു, അത് അസാധ്യമാണ് അച്ഛാ, ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കുപ്പി വെള്ളം വാങ്ങട്ടെ. എന്നാൽ അവൻ്റെ പിതാവ് പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, നിനക്ക് ആ വെള്ളം വീണ്ടെടുക്കാൻ കഴിയാത്തതിനാൽ നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ നീ അസ്വസ്ഥനാകരുത്. ജീവിതത്തെക്കുറിച്ച് വിലപ്പെട്ട പാഠം മകനെ പഠിപ്പിക്കാനായിരുന്നു ആ യുവപിതാവിൻ്റെ പ്രവർത്തനങ്ങൾ. ചിലപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് മകൻ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇതിനകം സംഭവിച്ച കാര്യങ്ങളിൽ അസ്വസ്ഥനാകുന്നത് സമയവും ഊർജവും പാഴാക്കുന്നതാണെന്ന് അവൻ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കാർ പാർക്ക് ചെയ്ത മനുഷ്യൻ ഇതിനകം നമ്മുടെ സ്ഥാനം ഏറ്റെടുത്ത് അവൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി. നമ്മളും അത് ചെയ്യണം, അവൻ്റെ അച്ഛൻ തുടർന്നു. ആ സമയത്തത് നിരാശാജനകമായിരുന്നെങ്കിലും ആ നിരാശ മുറുകെ പിടിക്കുന്നത് അവരുടെ ദിവസം നശിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന് മകൻ അറിയണമെന്ന് പിതാവ് ആഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിലുടനീളം മുൻകാല അനുഭവങ്ങളും തെറ്റുകളും ഉപേക്ഷിക്കാൻ നാം പലപ്പോഴും പാടുപെടുന്നതായി കാണാം. പിതാവിൻ്റെ സന്ദേശം വ്യക്തമായിരുന്നു. ജീവിതം പ്രവചനാതീതമാണ്. നമ്മുടെ ഭൂതകാലത്തിൽ സംഭവിച്ചതിൻ്റെ ഭാരം നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ മാത്രമേ ഇടയാവുകയുള്ളൂ. നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പശ്ചാത്താപമോ സങ്കടമോ തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മുന്നോട്ട് പോകുന്നതിന് നമ്മെ തടയുമെന്ന് നാം ഓർക്കണം. സംഭവിച്ചത് മാറ്റാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ അതിൽ നിന്ന് പഠിക്കാനും വളരാനും മാനസാന്തരപ്പെടാനുമുള്ള പാഠങ്ങളായി നമുക്ക് നമ്മുടെ അനുഭവങ്ങളെ ഉപയോഗിക്കാം. നമ്മുടെ ഭൂതകാലത്തിൻ്റെ പിടിവിടുമ്പോൾ രോഗശാന്തിക്കും പുരോഗതിക്കും വേണ്ടി നാം ഇടം സൃഷ്ടിക്കുന്നു. യെശയ്യാവ് 43:18 മുതൽ 19 വരെ ബൈബിൾ നമ്മളോട് പറയുന്നു, പണ്ടത്തെ കാര്യങ്ങളെ ഓർക്കരുത്, പഴയത് പരിഗണിക്കരുത്, മുമ്പെയുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുമില്ല. ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്തു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കാം. ഈ ബൈബിൾ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ഇതിനകം സംഭവിച്ചതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി ഭാവിയിലേക്ക് നോക്കുക എന്നതാണ്. ഭൂതകാലത്തെ ഉപേക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന പുതിയ അവസരങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും ദൈവം വഴി തുറക്കുന്നു. ഭൂതകാലത്തെ ഉപേക്ഷിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കാം. എന്നാൽ വ്യക്തിപരമായ വളർച്ചയ്ക്കും സന്തോഷത്തിനും അത് അത്യന്താപേക്ഷിതമാണ്. ദൈവം നമ്മിൽ അത് ആഗ്രഹിക്കുന്നു.